കേരളത്തിലെ വാശിയേറിയ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർണായകമായ ഒരു നിമിഷത്തെ ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം പാർട്ടി ചൊവ്വാഴ്ച സ്വന്തമാക്കി. നറുക്കെടുപ്പിലൂടെ നടന്ന നാടകീയമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കൊടുവിൽ ബി.ജെ.പി. കൗൺസിലർ വിനീത സജീവനെ നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. 9-അംഗ കമ്മിറ്റിയിൽ ബി.ജെ.പിക്കും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു.ഡി.എഫിനും 4 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് വിനീത സജീവനും യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സരിതയും തമ്മിൽ വോട്ടെടുപ്പിൽ തുല്യത പാലിച്ചു. കമ്മിറ്റിയിലെ ഏക CPIM അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ് നിർണായകമായത്. ഇതാണ് വോട്ട് നില തുല്യമാവുന്നതിലേക്കും തുടർന്ന് ബി.ജെ.പിക്ക് അനുകൂലമായ നറുക്കെടുപ്പിലേക്കും നയിച്ചത്. ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDF കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന കോർപ്പറേഷനിൽ കഴിഞ്ഞ കൗൺസിലിലെ 7 സീറ്റുകളിൽ നിന്ന് 13 സീറ്റുകളായി നിലമെച്ചപ്പെടുത്തിയ ബി.ജെ.പിയുടെ വളർച്ചയുടെ പ്രതീകമാണ് ഈ വിജയം. ഇതവരെ ഒരു കിങ് മേക്കർ, നിർണായക ശക്തി എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഈ വിജയത്തിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങൾ പരമ്പരാഗത എതിരാളികളായ യു.ഡി.എഫും LDFും തമ്മിലുള്ള പുതിയ വാക്പോരിന് തിരികൊളുത്തിയിരിക്കുകയാണ്. CPIM വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് യു.ഡി.എഫിനെ തളർത്താൻ ഇടതുപക്ഷവും ബി.ജെ.പിയും തമ്മിലുള്ള രഹസ്യധാരണയുടെ തെളിവാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ CPPM ബി.ജെ.പി. കൂട്ടുകെട്ട് എന്ന പേരിൽ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണിത്. മാറി നിൽക്കുന്നതിലൂടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയിൽ അധികാരം പിടിക്കാൻ ബി.ജെ.പിക്ക് 50% അവസരമാണ് CPIM നൽകിയത്. മതേതര പ്രതിപക്ഷത്തെ ഇടതുപക്ഷം പിന്തുണച്ചിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോൺഗ്രസ് വാദിക്കുന്നു. എന്നിരുന്നാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രപരമായ വിജയം കേവലം ഒരു സമര പ്രതിപക്ഷം എന്നതിലുപരി ഒരു ഭരണശക്തി എന്ന നിലയിലുള്ള അവരുടെ പങ്കിന് സാധുത നൽകുന്നു. നികുതി അപ്പീൽ കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് വഴി വസ്തുനികുതിയും മറ്റ് നഗര നികുതികളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ലഭിക്കും. സങ്കീർണമായ ജനസംഖ്യാപരമായ കണക്കുകളുള്ള കോഴിക്കോട്ടെ നഗരമധ്യവർഗത്തിനും കച്ചവടക്കാർക്കുമിടയിൽ നേരിട്ട് സ്വാധീനം വളർത്താൻ ഇതവരെ സഹായിക്കും. കോഴിക്കോട്ടെ ഈ സംഭവവികാസത്തെ ഒറ്റപ്പെട്ട ഒന്നായി കാണാനാവില്ല. മറിച്ച് സമീപകാല തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രകടമായ കേരളത്തിലെ നഗര രാഷ്ട്രീയത്തിലെ കാര്യമായ ഘടനാപരമായ മാറ്റത്തിന്റെ ഭാഗമായി ഇതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ബി.ജെ.പിയുടെ വളർച്ചയുടെ പാത ഇപ്പോൾ അവരുടെ പരമ്പരാഗത ശക്തികേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും പാലക്കാട് നഗരസഭ നിലനിർത്തുകയും ചെയ്തതിനു പിന്നാലെ മലബാർ മേഖലയുടെ രാഷ്ട്രീയ തലസ്ഥാനമായ കോഴിക്കോട്ടെ ഈ മുന്നേറ്റം പാർട്ടിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ കാണിക്കുന്നു. LDFിനെതിരായ ഭരണവിരുദ്ധ വികാരവും യു.ഡി.എഫിന്റെ സംഘടനാപരമായ ആലസ്യവും മുതലെടുക്കുന്നതിൽ പാർട്ടി വിജയിച്ചു. പതിറ്റാണ്ടുകളായുള്ള ഇരുമുന്നണി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നോക്കാൻ വോട്ടർമാർ തയ്യാറാകുന്ന നഗരങ്ങളിൽ പാർട്ടി തങ്ങളുടേതായ ഇടം കണ്ടെത്തിയിരിക്കുകയാണ്. 225 തദ്ദേശ തിരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 15%തോട് അടുത്തു നിൽക്കുമ്പോഴും മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അവരുടെ സ്വാധീനം ആനുപാതികമല്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ഒരു നിർണായകമായ 3-ാം ചേരിയായി പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് സംസ്ഥാനമൊരുങ്ങുമ്പോൾ ഈ വിജയം ബി.ജെ.പി. പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. പ്രാദേശികമായ പൗരപ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും LDFും യു.ഡി.എഫും തമ്മിലുള്ള ഭിന്നതകൾ മുതലെടുക്കുകയും ചെയ്യുന്ന അവരുടെ തന്ത്രം ശരിയാണെന്ന് ഇത് തെളിയിക്കുന്നു. ചരിത്രത്തിലാദ്യമായി വെറും വാഗ്ദാനങ്ങളുമായി മാത്രമല്ല, പ്രധാന നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം കയ്യാളിയെന്ന ട്രാക്ക് റെക്കോർഡുമായാണ് പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ടുതന്നെ വോട്ട് ഭിന്നിപ്പിക്കുന്നവർ എന്നതിൽ നിന്നും ഭരണപരമായ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തരായ മത്സരാർത്ഥികൾ എന്ന നിലയിലേക്കുള്ള പാർട്ടിയുടെ വലിയ അഭിലാഷത്തിന്റെ ലഘുരൂപമാണ് കോഴിക്കോട്ടെ ഈ വിജയം. കേരളത്തിലെ നഗരങ്ങളിൽ ത്രികോണ മത്സരം ഒരു സ്ഥിരം യാഥാർത്ഥ്യമായി മാറുന്നുവെന്നതിന്റെ സൂചനയാണിത്.